പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ചൊല്ലാറുണ്ട്. അതിൻ്റെ മഹത്വങ്ങൾ നമുക്കറിയാം. എന്നാൽ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറൈറ്റിയായി നിൽക്കുന്ന ഒരു വരി മാത്രമുള്ള ഒരു എഫക്റ്റീവായ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദീസിൽ തന്നെ കാണാം നമുക്ക്. ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂലി എഴുതാൻ വേണ്ടി 1000 ദിവസം 70 മലക്കുകൾ കഷ്ടപ്പെട്ട് ക്ഷീണിച്ചവശരായി. എന്നാലും മഹത്വം തീരില്ല. അത്രയേറെ സൗഭാഗ്യമാണ് ഒരു വട്ടം ചൊല്ലിയാൽ. യഥാർത്ഥത്തിൽ വലിയ തൗഫീഖുള്ളവർക്കേ ഇത് ചൊല്ലാൻ പറ്റൂ. ഇന്നത്തെ പരിശുദ്ധമായ ഈ രാവുകളുടെ രാജാവ് വെള്ളിയാഴ്ച രാവിൽ, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലെ 2ാമത്തെ വെള്ളിയാഴ്ച രാവിൽ ഈ സ്വലാത്ത് ഒന്നറിയണ്ടേ? നമുക്ക് ഒന്ന് ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്കിതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ ഏതാ? ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? ഏതാണ് ആ സ്വലാത്ത്? എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അൻവാർ എഫസിൻ്റെ കുടുംബം കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമുക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. നാട് മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നമുക്ക് കയറുകയാണ്. ഈ പരിശുദ്ധമായ സുന്ദരമായ മുഹൂർത്തം ഒന്ന് മാസങ്ങളിൽ വലിയ ആദരവ് ബഹുമാനമുള്ള മാസമാണ്. അള്ളാഹു അങ്ങനെ പരിഗണിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസത്തിൻ്റെ ദിവസങ്ങളിൽ രാവുകളുടെ രാജാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. അത് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നാം കയറി ചെല്ലാൻ പോകുന്ന രാവാണ്. ഇന്നത്തെ രാവിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട് പരിഗണിക്കുന്ന അമലെന്ന് പറയുന്നത് അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിന് വിലങ്ങ് നിൽക്കുന്ന ശർഇൻ്റെ ഒരു കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിസ്കാരം വിലങ്ങായി പോകുന്ന വലിയ അശുദ്ധിക്കാരായിരിക്കെ നിസ്കാരം പറ്റൂലല്ലോ, ഖുർആൻ ഓത്ത് പറ്റൂലല്ലോ, മുസ്ഹഫ് തൊടാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഡെലിവറിക്ക് ശേഷമുള്ള അവരുടെ അശുദ്ധിയുടെ ആ പീരീഡിൽ തീർച്ചയായിട്ടും ഖുർആനുമായിട്ട് ഓതാനോ ബന്ധപ്പെടാനോ ഒന്നും പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത പീരീഡ്സ് ആണെങ്കിൽ പോലും യഥേഷ്ടം അവർക്ക് ലൈസൻസ് കൊടുത്ത് വിട്ടിട്ടുള്ള ചൊല്ലാൻ പറ്റുന്ന ചൊല്ലേണ്ട കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്. ഈ സ്വലാത്ത് കൊണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ വിജയിക്കാവുന്നിടത്തോളം ഉമ്മത്ത് വിജയിച്ചിട്ടുള്ളത്. സ്വലാത്ത് ടച്ച് ചെയ്യാത്ത ഒരു അമല് നമുക്ക് കാണാൻ പറ്റില്ല. എവിടെയും സ്വലാത്താണ്. കാരണം ഓരോ അമലുകളും നമുക്ക് ആരുടെ കരങ്ങളിലൂടെയാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങളിലൂടെയാണ്. ഇപ്പം നമ്മൾ കുന്തും ഖൈറ ഉമ്മ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഉമ്മത്തിൽ, സമുദായത്തിൽ ഏറ്റവും ഉത്തമരായ സമുദായം നിങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഇതാരെക്കുറിച്ചാണ്? നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും ഉത്തമരായ സമുദായമാണ്. അതെന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്? എന്തുകൊണ്ടാണ് മൂസ നബിയുടെ ഉമ്മത്തിനെ കുറിച്ചത് പറയാതിരുന്നത്? ഈസ നബിയുടെ ഉമ്മത്തിനെ കുറിച്ച് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ മോശക്കാരായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരെക്കാൾ തടിയും പൊക്കവും നീളവും നമുക്കുണ്ടായതുകൊണ്ടല്ല. എന്താ നമ്മുടെ ക്വാളിഫിക്കേഷൻ? നമ്മുടെ കൂടെ മുഹമ്മദ് നബിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൂടെ മുഹമ്മദ് നബിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണം. നമ്മുടെ നബിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മത്തായതുകൊണ്ട് നമുക്ക് വലിയ ബഹുമാനമാണ്. എവിടെയും അങ്ങനെയാണ്. എവിടെയും ഈ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, ജുമുഅ, റമദാൻ, ലൈലത്തുൽ ഖദർ, ഖുർആൻ, ഇതെല്ലാം സൗഭാഗ്യങ്ങൾ എവിടുന്നാണ് കിട്ടിയത്? ഈ ഉമ്മത്തായതുകൊണ്ടല്ലേ. നമ്മുടെ കൂടെ മുഹമ്മദ് നബി ഉള്ളത് കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ പരാമർശമില്ലാതെ, ടച്ചിങ് ഇല്ലാതെ നിസ്കാരം പോലും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കാതെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം പോലും കബൂലാകില്ല, സ്വീകരിക്കില്ല, കൂലി കുറയുമെന്നല്ല, നിസ്കാരം ബാത്തിലായി പോകും. അവിടത്തോട് സംസാരിക്കണം നമ്മൾ. അത്ര ബഹുമാനമാണ് അള്ളാഹു കൊടുത്തിരിക്കുന്ന ബഹുമാനമാണ്. അപ്പോൾ ആ അത്രയും ആദരവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു അഭിമാനത്തോടെ ഞാൻ ചെയ്യുന്നുണ്ട്, മലക്കുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങളൂടെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു വർത്താനമേ ഖുർആനിലുള്ളൂ. നിസ്കാരമല്ല, അത് ഹജ്ജല്ല, നോമ്പല്ല, സക്കാത്തല്ല, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി,
തീർച്ചയായും അള്ളാഹു മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അഭിമാനത്തോടെ മുഅ്മിനീങ്ങളോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ പ്രഗത്ഭമായ കർമ്മമാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് ഒരു കാരണവശാലും പരാജയപ്പെടില്ല. ഒരു സ്വലാത്ത് കൂടെ ഒരു ദിവസമുണ്ടോ അവൻ രക്ഷപ്പെടുന്നവനാണ്. അതിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ അള്ളാഹു സ്വലാത്തിൻ്റെ ആളുകളാകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സ്വലാത്തിന് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട പ്രത്യേക ഒരു രാവ്, അതാണ് രാവുകളുടെ രാജാവ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. 300-ൽ കുറയാതെ സ്വലാത്തുകൾ വേണം. ഇന്നത്തെ രാവിൽ സജീവമാക്കണം. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം കൊടുക്കണം, രക്ഷ കൊടുക്കണം, അവിടുന്ന് ഗുണം ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ദുആയാണ് നമ്മുടെ സ്വലാത്ത്. അവിടത്തിന് എല്ലാ മഹത്വവും കൊടുക്കണം എന്ന് പറയുന്ന ദുആ. ആ ദുആകളിൽ സ്വലാത്തുകളിൽ വളരെ എഫക്റ്റീവായൊരു സ്വലാത്ത് നമുക്ക് കാണാം. ഇമാം തൊബറാനി തങ്ങളൊക്കെ കൊണ്ടുവന്ന ഉദ്ധരണി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഉദ്ധരണിയാണ്. മൻ ഖാല, എന്താ ഹദീസ് പറയുന്നത്? ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇത് തങ്ങൾക്കുള്ള സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര പവറാ. എന്താ വാക്ക്? ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ഇതാണ് ദുആ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഈ പരിശുദ്ധമായ സ്വലാത്ത് ഒരു വിശ്വാസിനി പറഞ്ഞാൽ ഒരു വട്ടം പറയുമ്പോഴേക്ക് അത്അബ സബഈന മലക്കൻ അൽഫ സബാഹിൻ, 1000 പ്രഭാതങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1000 ദിവസം 70 മലക്കുകൾ ഇതിൻ്റെ കൂലി എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇതിൻ്റെ മഹത്വം എഴുതണ്ടേ, ആ മഹത്വം എഴുതി ക്ഷീണിക്കും. അവർ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രതിഫലം ഇതിന് കിട്ടാൻ പോവാണ്. ഏത് സ്വലാത്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത്രയൊരു മഹത്വത്തിൻ്റെ ഇങ്ങനെയൊരു പരാമർശം കാണാൻ കഴിയുന്നില്ല. മോശാണെന്നല്ല, സ്വലാത്തിന് പവർ കുറവല്ല, ഓരോന്നിനും ഓരോ മഹത്വമാണ്. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ ദുആഇൻ്റെ മഹത്വം എത്രയാണ്? ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ആ വാക്കിൽ പറയുന്ന വാക്കിന് തന്നെ എത്ര കനണ്ട്. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവേ നീ പ്രതിഫലം കൊടുക്കണം, നീ വലിയ നന്മകൾ കൊടുക്കണം, ഗുണങ്ങൾ കൊടുക്കണം, വലിയ സുഹൃതങ്ങൾ കൊടുക്കണം, കൂലി കൊടുക്കണം. ഞങ്ങൾ കാരണമായി ഞങ്ങൾ ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ ഈ ഉമ്മത്തായതും ഈ സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കൈവരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്, അവിടുത്തെ കരങ്ങളിലൂടെയാണ്, അവിടുത്തെ ഉമ്മത്തായതിലൂടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കാരണമായി ഞങ്ങളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം. എത്ര കൊടുക്കണം? മാഹുവ അഹ്ലുഹു, മാഹുവ അഹ്ലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഹതപ്പെടുത്തുന്ന ഗുണം അത് വഹീദുൽ ഹൽഖാൻ, സൃഷ്ടികളിൽ നിസ്തുല്യനാണ്, അതേപോലെ വേറൊരാളില്ല. അത്ര വലിയ ബഹുമാനമാണ്, അത്ര വലിയ ആദരവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അതന്യ മറുപടി. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ആ മഹത്വത്തിനനുസരിച്ചുള്ള ഗുണം അള്ളാഹുവെ കൂലി ഞങ്ങൾ കാരണമായി ഹബീബിന് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ദുആയാണ്, സ്വലാത്താണ്. ഈ സ്വലാത്തിന് ഭയങ്കര പവറാണ്. ഇതൊരു വട്ടം പറയുമ്പോൾ 70 മലക്കളാണ് എഴുതാൻ വരുന്നത്. 70 എത്ര 1000 ദിവസം എഴുതിയാലും അവർ ക്ഷീണിച്ചു പോകാൻ നല്ല പ്രതിഫലം തീരൂല്ല. അത്രയും മഹത്വമാണ് ഒരു വട്ടം ചൊല്ലുമ്പോൾ. അതൊരു 100 വട്ടോ 300 വട്ടോ ഈ ദുആ ചെയ്യുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര വലിയ സൗഭാഗ്യമാണ്. ഇതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതുകൊണ്ട് ആശുലാകാത്ത മുറാദുകളുണ്ടോ? ഇതുകൊണ്ട് മാറിപ്പോകാത്ത രോഗങ്ങളുണ്ടോ? മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ എഫക്റ്റീവാണെന്നുള്ള കാര്യത്തിൽ വേറൊരു തർക്കമില്ല. ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ദുആയാണ്, സമർപ്പണമാണ്, സ്വലാത്തിൻ്റെ സമ്മാനമാണ്. അത് പോകണം മദീന മലർവാടിയിലേക്ക് ഇന്നത്തെ രാവിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വലാത്ത് ഇന്ന് ചൊല്ലാൻ തീരുമാനിച്ചവരിൽ, ചൊല്ലുന്നവരിൽ റഹ്മാനായ റബ്ബേ നീ ഒരുപാട് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഇത് പറഞ്ഞ കേട്ട ഇതിൻ്റെ മനോഹരമായ ക്ലാസ് ഈ ഉമ്മത്തിൻ്റെ കാതുകളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തകർ, കുടുംബം, ഞങ്ങൾക്കെല്ലാം നിൻ്റെ ബറക്കത്ത് ഹബീബിൻ്റെ മഹത്വം കൊണ്ട് നൽകണേ അല്ലാ. അല്ലാഹുവേ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇരുലോക വിജയം, ആഫിയത്ത്, സലാമത്ത്, ശിഫാ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ക്ലാസ് കേൾക്കുന്ന, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ഇത് മനസ്സിലാക്കി എഴുതി വെക്കുന്ന, ചൊല്ലുന്ന എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر